260 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിന് നാളെ ഒരാണ്ട് തികയുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്തിമ കണ്ടെത്തലുകൾക്കായി രാജ്യം കാത്തിരിക്കുകയാണ്. 260 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിന് ഇന്ന് ഒരാണ്ട്. സംഭവത്തിന്റെ ഒരു വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് റിപ്പോർട്ട് നൽകേണ്ടിയിരുന്നത്. എന്നാൽ വിമാനത്തിന്റെ എഞ്ചിനുകളുടെ വിശകലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അന്വേഷണം വൈകുന്നതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ ആഴ്ച പുറത്തിറക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാനം അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 2025 ജൂണിലാണ് അപകടം നടന്നത്. അപകടത്തിൽ മരിച്ച 260 പേരിൽ 241 പേർ വിമാനത്തിലുണ്ടായിരുന്നവരാണ്. യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. GE എയ്റോസ്പേസ് എഞ്ചിനുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ പൂർത്തിയാക്കുന്ന 3 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ആവശ്യമായ ഉപകരണങ്ങൾ ഉള്ളതും എഞ്ചിനുകൾ ശരിയായി പൊളിക്കാൻ കഴിയുന്നതുമായ ചുരുക്കം ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനാലാണ് US-ൽ പരിശോധന നടക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു പ്രാഥമിക റിപ്പോർട്ട് കാണിക്കുന്നത് 787ന്റെ എഞ്ചിന് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് ഏതാണ്ട് ഒരേ സമയം നീങ്ങിയെന്നും വിമാനം പറന്നുയർന്ന് അല്പസമയത്തിന് ശേഷം 2 എഞ്ചിനുകളിലും ഇന്ധനം തീർന്നു പോയെന്നുമാണ്. ഇന്ധന സ്വിച്ചുകൾ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേയാളോട് ചോദിക്കുന്ന കോക്പിറ്റ് സംഭാഷണം ഭാഗികമായി പുറത്തുവിട്ടതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. പൈലറ്റുമാരെ ആരോപണ നിഴലിലാക്കി വിമാന നിർമ്മാതാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമാണിതെന്നാണ് ആരോപണം. വിമാനാപകടത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.